നമസ്കാരം. പ്രധാന വാർത്തകൾ. മന്ത്രി വി എൻ വാസവന്റെ സഹോദരപുത്രി കോൺഗ്രസ് സ്ഥാനാർത്ഥി. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ ജ്യേഷ്ഠൻ പരേതനായ വി എസ് സോമന്റെ മകൾ സ്മിത ഉല്ലാസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പാമ്പാടി പഞ്ചായത്തിലെ 17-ാം വാർഡിലെ കുറിയന്നൂർ കുന്നിൽ നിന്നാണ് സ്മിത ജനവിധി തേടുക. കൈപ്പത്തി ചിഹ്നത്തിലാണ് ഇവർ കളത്തിലിറങ്ങുക. തന്റെ പിതാവ് കോൺഗ്രസ് അനുഭാവിയായിരുന്നുവെന്ന് സ്മിത പറഞ്ഞു. പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ്. ഇടുക്കി ചെറുതോണിയിൽ സ്കൂൾ ബസ് അപകടത്തിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി സ്കൂൾ മാനേജ്മെന്റ്. ദാരുണമായ സംഭവമാണ് ഉണ്ടായതെന്നും ക്ലാസ് മുറിയിലേക്ക് കുട്ടികൾ വഴിതെറ്റിച്ചോടിയതാണ് അപകട കാരണമെന്നും സ്കൂൾ അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവ സമയത്ത് 2 അധ്യാപകരും ആയമാരും ഉണ്ടായിരുന്നെന്നും അപകടത്തിന്റെ ഞെട്ടലിൽ നിന്നും ആരും മുക്തരായിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. വീണ്ടും പ്രണയപ്പക. പ്രണയം നിരസിച്ച +2 വിദ്യാർത്ഥിയെ യുവാവ് കുത്തിക്കൊന്നു. രാമേശ്വരം സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി മുനീരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ശാലിനി സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. പെൺകുട്ടിയെ പിന്തുടർന്നെത്തിയ മുനിരാജ് കത്തികൊണ്ട് കുത്തി. ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രദേശവാസിയായ മുനിരാജ് ശാലിനിയോട് നിരവധി തവണ പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു. താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും ശല്യപ്പെടുത്തൽ തുടർന്നു. ഇതോടെ ശാലിനി പിതാവിനോട് വിവരം പറഞ്ഞു. ഇന്നലെ ശാലിനിയുടെ പിതാവ് മുനിരാജിന്റെ വീട്ടിലെത്തി താക്കീത് നൽകി. ഇതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരക്ക് ഇനി ആവർത്തിക്കില്ല. മാല ഊരിയവരോട് മാപ്പ് ചോദിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ബുദ്ധിമുട്ടുണ്ടായെന്നത് സത്യമാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള ഏകോപനത്തിൽ ചെറിയ പ്രശ്നമുണ്ടാവുകയായിരുന്നു. ആദ്യ ദിനം ഇത്രയും തിരക്ക് ആരും പ്രതീക്ഷിച്ചില്ല. ചില നിയന്ത്രണങ്ങൾ പൊതു നന്മയെ കരുതി കർശനമാക്കിയേ പറ്റൂ. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് വരണം. എല്ലാ ഭാഷകളിലും പരസ്യം നൽകും. മുൻ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ചില തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകം. നവംബർ 22-ന് പ്രാദേശിക അവധി. തിരുവനന്തപുരത്തെ പ്രശസ്ത ഇസ്ലാം മത ആരാധനാലയമായ ഭീമാപ്പള്ളിയിലെ ഉറൂസിനോടനുബന്ധിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. നവംബർ 22 മുതൽ ഡിസംബർ 2 വരെയാണ് ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് വാർഷിക ഉറൂസ് മഹോത്സവം. ഉറൂസ് മഹോത്സവത്തിന്റെ ആദ്യ ദിവസം പ്രാദേശിക അവധി അനുവദിക്കുന്നതിന് സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചിരുന്നു. ഇത് പ്രകാരമാണ് നവംബർ 22-ന് കളക്ടർ പ്രാദേശിക അവധി അനുവദിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല.